എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: സത്യം മാതാ പിതാജ്ഞാനം ധർമ്മോ ഭ്രാത ദയാ സഖി ശാന്തി പത്നി ക്ഷമാ പുത്ര ഷഡമീ മമ ബാന്ധവാ. ആറ് കാര്യങ്ങൾ നമ്മുടെ ബന്ധുക്കളാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഏതൊക്കെയാണ് ഈ ആറ് കാര്യങ്ങൾ? സത്യം, അതുപോലെ ജ്ഞാനം, ധർമ്മം, ദയ, ശാന്തി, ക്ഷമ. ഈ ആറ് കാര്യങ്ങളും നമ്മുടെ കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ജീവിത അഭിവൃദ്ധി ഉണ്ടാകും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സത്യം അമ്മയാണ്. അമ്മയെ സത്യമായിട്ട് നമ്മൾ കാണണം. അമ്മ പറയുന്നതായ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി കേൾക്കുക, അത് പ്രകാരം നമ്മൾ നടക്കുക. നമുക്ക് പലപ്പോഴും സമാധാനവും ആശ്രയവും ഒക്കെ ആയിട്ട് മാറുന്നത് അച്ഛനാണ്. അതുകൊണ്ടാണ് ഇവിടെ പിതാ ജ്ഞാനം എന്ന് പറയണത്. ഏത് വഴി നടക്കണം, ഏത് വഴി നടക്കരുത്, ഏതിലൂടെ പോയാൽ നന്നാകാം, ഏതിലൂടെ പോയാൽ മോശമാകാം എന്നുള്ള ഒരു വേർതിരിച്ചറിവ് നമുക്ക് നൽകുന്നത് അച്ഛനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ധർമ്മം ഭ്രാതാവായിട്ടാണ്. നമ്മളെ സഹോദരന്മാരുടെ ഒപ്പമാണല്ലോ എപ്പോഴും നടക്കുക. അതുപോലെ നമ്മുടെ നിഴല് പോലെ ആ ധർമ്മത്തെ കൊണ്ട് നടക്കണം. ജീവിതത്തിലുടനീളം എവിടെ നമ്മൾ പോകുമ്പോഴും ധർമ്മം നിലനിൽക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക. പിന്നെ സഖി എന്ന് പറഞ്ഞാൽ ഇവിടെ ദയാണ്. അതായത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അംഗീകരിക്കുവാൻ വേണ്ടി പഠിക്കുക. പിന്നെ പത്നിയാണ് ശാന്തി, സമാധാനം. നമുക്ക് പല പ്രശ്നങ്ങളും വരുമ്പോൾ ആ പ്രശ്നത്തെയൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മളെ സമാധാനിപ്പിക്കേണ്ടത് പത്നിയാണ്. അതുപോലെ പത്നിമാർക്ക് എന്തെങ്കിലും, അവരുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു താങ്ങും തണലുമായിട്ട് ഭർത്താവും ഉണ്ടായിരിക്കണം. പുത്രനാണ് ക്ഷമ. നമ്മുടെ കുട്ടികളൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ചിലപ്പോൾ ക്ഷമിച്ചു പോകുമല്ലോ. അപ്പോൾ ക്ഷമ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. പക്ഷെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോഴല്ല, ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ആ ഒരു നല്ല തലത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ഷമയാണ് എൻ്റെ പുത്രൻ എന്ന് നമ്മൾ ചിന്തിക്കണം. ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ അതിൽ കിടന്ന് ചിലപ്പോൾ പ്രവർത്തിക്കാം. പക്ഷെ ആ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ക്ഷമിച്ച് സമാധാനപരമായി ചിന്തിച്ചാൽ അതിലും രക്ഷ നേടാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നത് ഈ ഒരു സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സത്യം മാതാ പിതാജ്ഞാനം ധർമ്മോ ഭ്രാത ദയാ സഖി ശാന്തി പത്നി ക്ഷമാ പുത്രോ ഷഡമീ മമ ബാന്ധവാ. നന്ദി, നമസ്കാരം.